സ്ക്രീനിലൂടെ വന്ന് തനതായ അഭിനയ ശൈലി കൊണ്ട് മലയാളി പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം പിടിച്ച നടിയാണ് സ്വാസിക. മികച്ച നടിക്കുള്ള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് വരെ സ്വന്തമാക്കിയ താരം ഇപ്പോൾ തമിഴിൽ സൂര്യനായകനായ കറുപ്പ് എന്ന ചിത്രത്തിലൂടെ വലിയ കയ്യടികളാണ് നേടിക്കൊണ്ടിരിക്കുന്നത്. സിനിമയിലെ പ്രകടനങ്ങൾ പോലെ തന്നെ പലപ്പോഴും തന്റെ നിലപാടുകൾ തുറന്നു പറയുന്നതിലൂടെയും സ്വാസിക സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ചയാകാറുണ്ട്. ഇപ്പോഴിതാ തന്റെ വിവാഹ സങ്കല്പങ്ങളെക്കുറിച്ചും മുൻകാല പ്രണയത്തെക്കുറിച്ചും സ്വാസിക പറഞ്ഞ ചില കാര്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. സാധാരണയായി പല സെലിബ്രിറ്റികളും അഭിമുഖങ്ങളിൽ പറയാൻ മടിക്കുന്ന ഒരു കാര്യമാണ് സ്വാസിക വളരെ ഓപ്പണായി തുറന്നു പറഞ്ഞിരിക്കുന്നത്. എനിക്ക് കാണാൻ നല്ല ഭംഗിയുള്ള ലുക്കുള്ള ഒരാളെ തന്നെ കല്യാണം കഴിക്കണമെന്നായിരുന്നു ആഗ്രഹം. ഇതാണ് സ്വാസികയുടെ വാക്കുകൾ. നമ്മളൊക്കെ എപ്പോഴും കേൾക്കാറുള്ള ഒരു കാര്യമുണ്ട്, ബാഹ്യ സൗന്ദര്യത്തിലൊന്നും കാര്യമില്ല, മനസ്സിന്റെ ഭംഗിയാണ് നോക്കേണ്ടതെന്ന്. എന്നാൽ താൻ ഫാന്റസിയും റിയാലിറ്റിയും ചേർത്താണ് ചിന്തിക്കുന്നതെന്നും തനിക്കിപ്പോഴും അത് പ്രധാനമാണെന്നും സ്വാസിക മടി കൂടാതെ പറയുന്നു. താൻ ലുക്കിന് വാല്യൂ കൊടുക്കുന്നതിനെക്കുറിച്ച് സ്വാസിക പറയുന്നത് ഇങ്ങനെയാണ്: ഞാൻ എപ്പോഴും ലുക്കിന് വാല്യൂ കൊടുക്കുന്ന ആളാണ്. ചിലപ്പോൾ കുറെ പേർക്ക് തെറ്റായി തോന്നാം, പക്ഷെ എന്റെ കാഴ്ചപ്പാടിൽ എനിക്കതാണ് ഇഷ്ടം. എനിക്ക് വരുന്ന ആൾ സൗന്ദര്യമുള്ള ഒരാളായിരിക്കണമെന്ന് എനിക്കുണ്ടായിരുന്നു. സ്വപ്നം കാണുന്നതിന് ആർക്കും ഒരു നിയന്ത്രണവുമില്ലല്ലോ. ഞാനൊരു ശിവഭക്തയാണ്. അതുകൊണ്ട് തന്നെ ഓം നമ ശിവായൊക്കെ കാണുമ്പോൾ മനസ്സിൽ വരുന്നത് പോലെ നല്ല ലുക്കുള്ള ഒരാൾ വേണമെന്നുണ്ടായിരുന്നു. ബാഹ്യ സൗന്ദര്യം മാത്രമല്ല, ഒരു പുരുഷന് വേണ്ട യഥാർത്ഥ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നും സ്വാസിക കൃത്യമായി വ്യക്തമാക്കുന്നുണ്ട്. സൗന്ദര്യത്തിനൊപ്പം ഒരു പങ്കാളിക്ക് നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ടത് പരസ്പര ബഹുമാനമാണെന്നും താരം പറയുന്നു. തന്റെ പങ്കാളിയുടെ സ്വഭാവത്തെക്കുറിച്ച് സ്വാസികയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: എന്റെ ഭർത്താവാകുന്ന ആൾ സ്ത്രീയെന്നോ പുരുഷനെന്നോ വ്യത്യാസമില്ലാതെ മനുഷ്യരെ ബഹുമാനിക്കുന്ന ഒരാളായിരിക്കണം. മറ്റുള്ളവരുടെ ഇമോഷൻസിന് വില കൊടുക്കണം. എല്ലാറ്റിനുമുപരി എന്റെ ഭർത്താവാകുന്ന ആൾ എന്നെ നോക്കുന്നത് പോലെ തന്നെ എന്റെ അച്ഛനെയും അമ്മയെയും നോക്കണം. അവർക്ക് സമയം കൊടുക്കണം. എല്ലാവർക്കും ഒരു ഇൻസ്പിറേഷൻ ആകുന്ന തരത്തിലുള്ള ഒരു മനുഷ്യനായാൽ നന്നായിരിക്കുമെന്നും ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. തന്റെ ജീവിതത്തിലെ ഒരു പഴയ പ്രണയത്തെക്കുറിച്ചും അത് തകരാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ചും സ്വാസിക ഈ അഭിമുഖത്തിൽ വികാരാധീനയായി സംസാരിക്കുന്നുണ്ട്. അതൊരു തെറ്റായ ചോയ്സ് ആയിരുന്നില്ല എന്നാണ് താരം പറയുന്നത്. എനിക്കിതിനു മുൻപ് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. അത് തെറ്റായ ഒരു തീരുമാനമായിരുന്നില്ല. അദ്ദേഹം നല്ല സൗന്ദര്യമുള്ള, നന്നായി സംസാരിക്കുന്ന, എല്ലാവരെയും ബഹുമാനിക്കുന്ന ഒരാളായിരുന്നു. പക്ഷെ പെട്ടെന്ന് അവന്റെ കുടുംബത്തിൽ ചില സാമ്പത്തിക പ്രശ്നങ്ങളുണ്ടായി. ആ പ്രതിസന്ധി ഘട്ടത്തിൽ പ്രണയവും കുടുംബവും ഒരേപോലെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. ആ കുടുംബ പ്രശ്നങ്ങൾ അവനെ മാനസികമായി ഒരുപാട് തളർത്തിക്കളഞ്ഞു. അങ്ങനെയാണ് അദ്ദേഹം എന്നിൽ നിന്നും അകന്നുപോയതും ആ ബന്ധം അവസാനിച്ചതും. പക്ഷേ അതൊരിക്കലും എൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ഒരു തെറ്റായ തീരുമാനമായിരുന്നില്ല എന്നും സ്വാസിക കൂട്ടിച്ചേർക്കുന്നു. പലരും ഒളിച്ചുവെക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ യാതൊരുവിധ അഹങ്കാരവുമില്ലാതെ സ്വന്തം ആഗ്രഹങ്ങളും റിയാലിറ്റിയും തുറന്നു പറഞ്ഞ സ്വാസികയെ സോഷ്യൽ മീഡിയയിൽ പലരും അഭിനന്ദിക്കുന്നുണ്ട്. തന്റെ മനസ്സിനിണങ്ങിയ, താൻ ആഗ്രഹിച്ചതുപോലെയുള്ള ഒരു ജീവിതം നയിക്കാൻ സ്വാസികയ്ക്ക് സാധിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. സ്വാസികയുടെ ഈ തുറന്നു പറച്ചിലിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്.